പട്ടികജാതി പട്ടികവർഗത്തിലെ വിഭാഗത്തിലെ ആളുകൾ കൂടി സിനിമാ സംവിധായകരായി വരട്ടെ, സ്ത്രീകളിൽ കൂടുതൽ സിനിമാ സംവിധായകർ ഉണ്ടാകട്ടെ. ഇത് കൊടുക്കുന്നത് പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കും സ്ത്രീകൾക്കും മാത്രമാണ്. അവർക്ക് 3 മാസത്തെ പരിശീലനം കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ കൈയടിച്ചു. എന്തിനാ കൈയടിച്ചത്? കാളവെറ്റെന്ന് പറയുമ്പോൾ കയറെടുക്കുന്ന നമ്മുടെ മാധ്യമക്കാരെല്ലാം കൂടി ഉടൻ തന്നെ ചാനലിൽ കൊടുത്തു. ഇദ്ദേഹം അധിക്ഷേപം പറയുന്നു, ഇദ്ദേഹം നായരാണ്, നമ്പൂരിയാണ്, അദ്ദേഹം കുഴപ്പമാണ്, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ജാതിയുണ്ട്, ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞ് വലിയ വാർത്ത കൊടുക്കും. ഇനി പട്ടികജാതി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും കൂടെ എന്ത് ചെയ്യരുത്? കാലിളകേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു വിഷയമില്ല. ഇന്ന് എല്ലാ ചാനലിലും ഇട്ട് അലക്കി അടൂരിനെ അപമാനിക്കാവുന്നതിൻ്റെ പരമാവധി അപമാനിച്ച് സകല സോഷ്യൽ മീഡിയയിലും സകലവരും കയറി പൊങ്കാലയിട്ട് പോസ്റ്ററിട്ട് സകലവരും പറഞ്ഞതിന് ശേഷം അടൂരിനോട് ചോദിക്കും, നിങ്ങളെന്താ ഉദ്ദേശിച്ചത്? മറ്റേ ഛത്തീസ്ഗഡും പിന്നെ ബീഹാറും ഉത്തരാഖണ്ഡും ഒക്കെ ആണോ ജാതി കോമരങ്ങളുടെ നാട്? അതോ കേരളമാണോ? ഇവിടെ എന്തിനാണ് ഈ സാക്ഷരത നേടിയത് നമ്മൾ? നമസ്കാരം. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സിനിമ ചെയ്യാൻ വരുന്നവർക്ക് പരിശീലനം നൽകണം എന്ന അടൂർ ഗോപാലകൃഷ്ണൻ്റെ പ്രസ്താവന ഇപ്പോൾ വലിയ രീതിയിലുള്ള വിവാദമായിരിക്കുകയാണ്. സത്യത്തിൽ ഈയൊരു വിഷയത്തെ വിവാദമാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മറുനാടനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്. ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇത് സത്യത്തിൽ വിവാദമാക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? എന്താണ് വിശദീകരണം? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാനിത് സംസാരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലിലാണെങ്കിലും ഞാൻ ജേർണലിസം പഠിച്ചിട്ടുണ്ട്. ജേർണലിസം പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ ഇതിൻ്റെ സോഴ്സ് പറയുമ്പോൾ ഹോട്ട് ന്യൂസുകൾ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ വാർത്തകൾ കൊടുക്കണം, അത് തീർച്ചയായിട്ടും കൊടുക്കണം. പക്ഷേ വരികൾക്കിടയിൽ കൊടുക്കുന്നു. ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്നൊരു വിശദീകരണം തേടുന്നതിന് മുമ്പ് അത് കൊടുത്ത് അത് വിവാദമാക്കി അതിലൊരു റേറ്റിംഗ് ഉണ്ടാക്കി അതിനുശേഷം എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ ബൈറ്റ് എടുക്കും. തിരിച്ച് അദ്ദേഹത്തിൻ്റെ ബൈറ്റ് കിട്ടിയിട്ട് ഇത് കൊടുക്കാം എന്ന് വിചാരിക്കില്ല ആരും. ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പ്രസ്താവന നടത്തി. എന്താ പ്രസ്താവന? അതിൻ്റെ മെരിറ്റും കൂടെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കാം. ഞാൻ അടൂർ ഗോപാലകൃഷ്ണൻ്റെ മറ്റ് പല പ്രവർത്തനങ്ങളോടും എനിക്ക് അഭിപ്രായമുള്ള ആളല്ല. എനിക്ക് എൻ്റേതായ നിരീക്ഷണമുണ്ട് അടൂർ ഗോപാലകൃഷ്ണനെ കുറിച്ച്, സാറിനെക്കുറിച്ച്. അദ്ദേഹം ഒരുപാട് വലിയ സിനിമ എടുത്തിട്ടുണ്ട്. ലോകത്തുള്ള പിന്നെ സിനിമാ സംവിധായകർക്കായ അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം പ്രസിദ്ധനാണ്. ഇന്ത്യയിൽ ഒരുപാട് അവാർഡുകൾ കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം ഫിലിം കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്നു. അവരറിയപ്പെടുന്ന കേരളത്തിലെ സാംസ്കാരിക, സാമൂഹ്യ, സാഹിത്യ, സിനിമാ മേഖല അറിയപ്പെടുന്ന ഒരു പേരാണ്. അടൂർ എന്ന് പറഞ്ഞാൽ പിന്നെ അടൂർ ഗോപാലകൃഷ്ണനാണല്ലോ. പിന്നെ അടൂർ ഫാസി, അടൂർ കപ്പ, അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. അത്ര പ്രസിദ്ധനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞത് പട്ടികജാതി 6 കോടി രൂപ, പട്ടികജാതി അവിടെ നിൽക്കട്ടെ, 6 കോടി രൂപ കേരള സർക്കാർ ആർക്ക് കൊടുക്കും? ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് കൊടുക്കും. 6 കോടി രൂപ കൊടുക്കുമ്പോൾ അത് 2 സ്ത്രീകൾക്കും 2 പുരുഷന്മാർക്കും 1.5 കോടി രൂപ വെച്ച് കൊടുക്കാം. 3 6 കോടി രൂപ. ഇനി കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ, 6 പേര് വരികയാണെങ്കിൽ ഓരോ കോടി വെച്ച് കൊടുക്കാം. അതിൽ താഴോട്ട് പറ്റത്തില്ല, കൂടുതലും അങ്ങനെ കൊടുക്കാം സിനിമ എടുക്കാൻ. പൊതുവിഭാഗത്തിനില്ല. ഇത് മലയാളി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പൊതുവിഭാഗത്തിന് അങ്ങനത്തെ കാര്യമില്ല. അവർക്ക് സ്വന്തം പൈസ കൊടുത്തേ സിനിമ എടുക്കാൻ പറ്റും. എന്തിനാണ് നിയമം വെച്ചത്? പട്ടികജാതി പട്ടികവർഗത്തിലെ വിഭാഗത്തിലെ ആളുകൾ കൂടി സിനിമാ സംവിധായകരായി വരട്ടെ, സ്ത്രീകളിൽ കൂടുതൽ സിനിമാ സംവിധായകർ ഉണ്ടാകട്ടെ. അതൊരു പ്രിവിലേജായിട്ടാണ് കൊടുത്തത്. ഇങ്ങനെ കൊടുക്കുന്ന തുക ഒരു കമ്മിറ്റി, ഒരു 1-2 കമ്മിറ്റി, 2 പ്രാവശ്യം മറ്റോ 2-3 തോന്നുന്നത്, അത് 3 പ്രാവശ്യം മറ്റോ കമ്മിറ്റി വെറ്റ് ചെയ്തിട്ടാണ് ഈ സംവിധായകരെ തിരഞ്ഞെടുക്കുന്നത്. തീർച്ചയായിട്ടും കമ്മിറ്റി അത് വെറ്റ് ചെയ്ത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പൈസ കൊടുക്കും. അപ്പം അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഇത് 50 ലക്ഷം ആക്കിക്കൂടെ? അപ്പോൾ അതിലദ്ദേഹം ഉദ്ദേശിച്ചത് കൂടുതൽ ആളുകൾക്ക് കൊടുക്കാമല്ലോ. ചർച്ച ചെയ്യപ്പെടാവുന്ന, ഡിബേറ്റ് ചെയ്യപ്പെടുന്നത്, നല്ല ഡിബേറ്റ് ചെയ്യാൻ വിഷയമാണ്. 50 ലക്ഷം കൊടുക്കണോ, 1.5 കോടി കൊടുക്കണോ, 1 കോടി കൊടുക്കണം? ഇപ്പോൾ 1 കോടി മുതൽ 1.5 കോടി വരെയാണ് കൊടുക്കുന്നത്. അത് 50 ലക്ഷം മതിയെങ്കിൽ കൂടുതൽ ആളുകൾ കിട്ടും. അത് ചർച്ച ചെയ്യാവുന്ന വിഷയമാണ്. ഇനി 50 ലക്ഷത്തിന് സിനിമ എടുത്തു പോയാൽ താഴ്ന്നു പോകുമോ, ചെറിയ സിനിമ ആയി പോകുമോ, 1.5 കിട്ടണോ? അത് ഫിനാൻസ് പാർട്ടാണ്, നമുക്ക് ചർച്ച ചെയ്യാം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ഇത് കൊടുക്കുന്നത് പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കും സ്ത്രീകൾക്കും മാത്രമാണ്. അവർക്ക് 3 മാസത്തെ പരിശീലനം കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ കൈയടിച്ചു. എന്തിനാ കൈയടിച്ചത്? കൈയടിച്ചപ്പോൾ അവിടെ ഒരു സ്ത്രീ എണീറ്റ് പറഞ്ഞു, അവർക്ക് ഉടനെ തന്നെ അവരുടെ ഉള്ളിലൊരു ബോധ്യം തോന്നി, ഇത് പട്ടികജാതിക്കാരെയും സ്ത്രീകളെയും അധിക്ഷേപിച്ചതാണോ? അവർ പ്രതിഷേധിച്ചു. കാളവെറ്റെന്ന് പറയുമ്പോൾ കയറെടുക്കുന്ന നമ്മുടെ മാധ്യമക്കാരെല്ലാം കൂടി ഉടൻ തന്നെ ചാനലിൽ കൊടുത്തു. ഇദ്ദേഹം അധിക്ഷേപം പറയുന്നു, ഇദ്ദേഹം നായരാണ്, നമ്പൂരിയാണ്, അദ്ദേഹം കുഴപ്പമാണ്, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ജാതിയുണ്ട്, ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞ് വലിയ വാർത്ത കൊടുത്തു. ഞാൻ തിരിച്ച് ചോദിക്കട്ടെ, പട്ടികജാതി പട്ടികവർഗ്ഗക്കാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നേരത്തെ നിങ്ങൾ ഹരിജനങ്ങൾ എന്ന വിഭാഗത്തിലാണ് അറിഞ്ഞിരുന്നത്, ഇപ്പോഴാണ് ഈ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരനെ പറയാവൂ, സുപ്രീം കോടതി വിധി വരെയുണ്ട്. നിങ്ങൾ കുറഞ്ഞവരാണോ? എന്നായിരുന്നു കുറഞ്ഞവർ? 200 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലും ഇന്ത്യയിലും നിങ്ങൾ അസ്പൃശ്യരും അദൃശ്യരും നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു.
അയ്യങ്കാളിയെ പോലുള്ള അംബേദ്കറിനെ പോലുള്ള ആളുകൾ വലിയ സാമൂഹ്യ നവോത്ഥാനവും സമരമൊക്കെ ചെയ്ത് തന്നെയാണ് ഇതൊക്കെ കിട്ടിയത്. അതിനൊന്നും തർക്കമില്ല. അതുപോലെ തന്നെ ശ്രീനാഥ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, അയ്യാഗുരു, വൈകുണ്ഠസ്വാമികൾ, പിന്നെ ഓരോ സ്റ്റേറ്റിലെയും നവോത്ഥാന നായകന്മാർ ജാതിയും മതവും നോക്കാതെ എല്ലാവർക്കും വേണ്ടി വർത്തമാനം പറയുകയും നവോത്ഥാനം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അത് വേറെ വിഷയം. അംബേദ്കർ അടക്കം ചെയ്ത പണി എന്താ? പട്ടികജാതി എന്ന് പറഞ്ഞാൽ പട്ടികജാതിക്കാരും ധരിച്ചിരിക്കുന്നത്, പൊതുസമൂഹം ധരിച്ചിരിക്കുന്നത് എന്തോ കുറഞ്ഞൊരു സാധനം എന്നാണ്. പട്ടിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ PhD കൂടെ എടുത്തിട്ടുള്ള ആളാണ്, ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. നമ്മൾ പട്ടിക എന്ന് ഷെഡ്യൂൾ എന്നാണ് അർത്ഥം. ഒരു കോളം വരയ്ക്കുന്നു, ഒരു പേപ്പർ എടുക്കുന്നു, അതിനകത്ത് കോളം വരയ്ക്കുന്നു, പട്ടിക തയ്യാറാക്കുന്നു, പട്ടിക 1, 2, 3 എന്ന് എഴുതുന്നു. അതിൽ കുറേ ജാതികളുടെ പേരെഴുതി. അവർക്ക് എന്ത് കൊടുക്കണം? ഒരു പ്രയോറിറ്റി കൊടുക്കണം. ഏതിൽ? പല മേഖല. എന്തിന്? അവർ ഇപ്പോൾ സമൂഹത്തിൻ്റെ ബാക്കി പിറകിൽ നിൽക്കണം. അവരെ കൂടി ഇത്രയേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ഇവിടെ EMS നമ്പൂതിരിപ്പാടെന്ന് പറയുന്നത് EMS നമ്പൂതിരിപ്പാടിനും അഭിമാനം, ബാക്കിയുള്ളവർക്കും അഭിമാനം. ഹർകിഷൻ സിംഗ് സുർജിത്ത് എന്ന് പറയുന്ന സിംഗ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അഭിമാനം, നാട്ടുകാർക്ക് അഭിമാനം. എന്തുകൊണ്ട്? ഇവിടെ ശ്യാംകുമാർ, TS ശ്യാംകുമാറാണല്ലോ ഇതിനു വേണ്ടി ഒരുപാട് വർത്തമാനം പറഞ്ഞല്ലോ. TS ശ്യാംകുമാറിൻ്റെ ജാതി പറയനോ പുലയനോ ഏതോ ആയിക്കോട്ടെ, ഞാൻ TS ശ്യാംകുമാർ പറയൻ എന്ന് പറയാൻ എന്താണ് പ്രശ്നം? എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഇത് ചർച്ച ചെയ്യണം സമൂഹം. സണ്ണി പൈക്കാട് അദ്ദേഹം പറയണം, അദ്ദേഹത്തിൻ്റെ ജാതി ഞാൻ ഈ ജാതിയാണ്, ഇതിൽ ജയിച്ചാൽ ഞാൻ എന്ത് ചെയ്യുന്നു? അഭിമാനിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, അംബേദ്കർ പറഞ്ഞതാണ്. അംബേദ്കർ പറഞ്ഞത് ഒരു ജാതിയിൽ ജനിച്ചാൽ അതിൽ അഭിമാനിക്കുന്നു എന്ന് പറയണം. കാരണം അയാളുടെ കുറ്റം കൊണ്ടല്ല ആ ജാതിയിൽ അദ്ദേഹം ജനിക്കുന്നത്. അയാളുടെ കുറ്റം കൊണ്ടാണോ? അച്ഛനമ്മേൻ്റെ കുറ്റം കൊണ്ടാണോ? ആരുടെയും കുറ്റം കൊണ്ടല്ല. ഒന്ന്, ഇനി പട്ടികജാതി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും കൂടെ എന്ത് ചെയ്യരുത്? ഹാലിളകേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു വിഷയമില്ല. ഇവിടെ ഡോക്ടർ ബിജു, സംവിധായകൻ ഡോക്ടർ ബിജു പറഞ്ഞിരിക്കുന്നു, ഞാൻ പട്ടികജാതിക്കാരനാണ്, ഞാൻ സംവിധായകനാൽ. ഒരു ബിജുവേ ഉള്ളൂ, രണ്ടാമതൊരു ബിജു ഇല്ല നമുക്ക്. വേണ്ടേ പട്ടികജാതിക്കാരിൽ നിന്ന് ഒരുപാട് ബിജുമാർ? ഒരു വിനായകനേ ഉള്ളൂ, ഒരു കലാഭവൻ മണിയേ ഉള്ളൂ, മരിച്ചുപോയി. ഒരുപാട് പേര് വേണം നമുക്ക്. എങ്ങനെ കൊണ്ടുവരാൻ പറ്റും അവർക്ക്? അവരെ കൊണ്ടുവരണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കണം, നല്ല പരിശീലനം കൊടുക്കണം, നല്ല സപ്പോർട്ട് കൊടുക്കണം. ഇടയ്ക്ക് ചിലപ്പോൾ കൈവിട്ടെങ്കിലും അവർക്ക് അവാർഡ് കൊടുക്കണം. അങ്ങനെ പറ്റൂ. പൊക്കമുള്ളവനും പൊക്കമില്ലാത്തവരുണ്ടെങ്കിൽ പൊക്കമില്ലാത്തവന് ചിലപ്പോൾ സ്റ്റൂളിട്ട് കൊടുക്കേണ്ടി വരും. അത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് സ്റ്റൂളിട്ട് കൊടുക്കുമ്പോൾ ഞങ്ങൾ സ്റ്റൂളിട്ടവരെന്ന് വിളിക്കുന്നു, അങ്ങനെയൊന്നും വിളിക്കുന്നില്ല. അപ്പം ഇത് വളരെ കൃത്യമായി പറഞ്ഞ് അവർക്ക് പൊതുവിഭാഗത്തിനും കൊടുക്കണമെന്ന് വിചാരിക്കുക. ഇപ്പോൾ പൊതുവിഭാഗത്തിനും പണം കൊടുക്കണം, എല്ലാവർക്കും പണം കൊടുക്കുകയാണ്. അടൂർ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഇത് പട്ടികജാതിക്കാർക്കും പട്ടികവർഗ്ഗക്കാർക്കും സ്ത്രീകൾക്കും പരിശീലനം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിൽ വിവേചനമുണ്ട്, മറ്റവരെന്തോ കൂടിയവരാണ്, ഞങ്ങൾ കുറഞ്ഞവരാണെന്നുള്ള ഒരു ബോധം വരാം. ഇത് ആകപ്പാടെ ആർക്കേ കൊടുക്കുന്നുള്ളൂ? ഞാൻ ഇന്നലെ ഇത് കുറച്ച് ക്രോസ് ചെക്ക് ചെയ്തിരുന്നു. അപ്പം KSDCയുടെ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്ന ആകപ്പാടെ കൊടുക്കുന്ന ആർക്കേ ഉള്ളൂ. അല്ലെ പിന്നെ ജനറൽ വിഭാഗം എല്ലാവരും പോയി തള്ളൂലേ? കൊടുക്കുന്നത് ആർക്കേ ഉള്ളൂ? പട്ടികജാതി പട്ടികവിഭാഗത്തിൽപ്പെട്ടവരെയും പിന്നെ സ്ത്രീകളെയും. എന്തുകൊണ്ട് കൊടുക്കുന്നു? അതുപോലെ ചോദ്യമുണ്ട്. എന്തുകൊണ്ട് കൊടുക്കുന്നു? അമലൊന്ന് പറയൂ, എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? ആളുടെ എണ്ണം കുറവേണ്ട. ഇവിടെ ജനറൽ വിഭാഗത്തേക്കാൾ സ്ത്രീകൾ തുല്യം മറ്റ് സ്ഥലങ്ങളിലും ഇപ്പം കൃഷി ഓഫീസർമാർ, പിന്നെ നഴ്സുമാർ, പിന്നെ അതുപോലെ അധ്യാപകർ എല്ലാം കൂടുതലാണല്ലോ, സ്ത്രീകളാണല്ലോ. അവരെ പോലെ സംവിധായകരെടുത്താൽ ഒരു 50% കൂടുതൽ സ്ത്രീകളാണെന്ന് വിചാരിക്കുക. പല രാജ്യങ്ങളിലും ഉണ്ടല്ലോ. കൊടുക്കുമോ ഈ ആനുകൂല്യം? പുരുഷനായിരിക്കും കൊടുക്കുന്നത്. ഇവിടെ താഴെ നിൽക്കുന്നതുകൊണ്ടാണ് അവർ കൊടുക്കുന്നത്. അതുപോലെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരാണ് കൂടുതൽ സിനിമാ നടന്മാരും സംവിധായകരെന്ന് വിചാരിച്ചോ? കൊടുക്കുമോ? കൊടുക്കില്ല. ഇവിടെ കൊടുത്തെന്തുകൊണ്ടാണ്? അവർ പിന്നാമ്പുറത്ത് നിൽക്കുന്നവരാണ്. അവരെ കൂടെ മുഖ്യധാരയിൽ കൊണ്ടുവരണം. അപ്പോൾ അവർക്ക് പരിശീലനം കൂടെ കൊടുത്താൽ എന്താണ്? നല്ലതാണ് എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അവർക്ക് പരിശീലനം കൂടെ കൊടുക്കണം. അതുകൊണ്ടാണല്ലോ ഇത്രയും ഹോസ്റ്റലുകളും പ്രീ മെട്രിക് ഹോസ്റ്റലുകൾ, സ്കോളർഷിപ്പുകൾ. ഒരു പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥി വിചാരിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോസ്റ്റിൽ വരെ എത്തുവാനുള്ള പഠനത്തിനുള്ള സൗകര്യമുണ്ട്. ഇത് പലപ്പോഴും പ്രയോജനപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ ഒരു വിഭാഗം പ്രയോജനപ്പെടുത്തുന്നു. അവിടെയാണ് പ്രശ്നം. പണ്ടത്തെ പ്രശ്നമല്ല. അപ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരും പൊതുസമൂഹം ചെയ്യേണ്ടത് ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ഉന്നമനത്തിനുള്ള വിദ്യാഭ്യാസവും അവരുടെ സാമൂഹ്യ സാഹചര്യം ഉയർത്തുന്നതിനാവശ്യമായ ഇടപെടലുകളാണ് നടത്തേണ്ടത്. അപ്പോൾ അതിനവർക്ക് പരിശീലനം കൊടുക്കേണ്ടി വരും. അവർക്ക് പ്രത്യേക കേസായിട്ട് അവരെ പരിഗണിക്കേണ്ടി വരും. എല്ലാ കാലവും വേണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു പർട്ടിക്കുലർ പീരീഡ് നമുക്കത് വേണ്ടി വരും. അപ്പോൾ അത് തീർച്ചയായിട്ടും കൊടുക്കണം. അങ്ങനെ ഒരു സതുദ്ദേശത്തിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതെങ്കിൽ കൂടുതൽ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരും സ്ത്രീകളും സംവിധായകരും വരട്ടെ, അതിനവർക്ക് പരിശീലനം കൊടുക്കണമെന്ന് പറഞ്ഞതാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, സ്വാഗതം ചെയ്യുന്നു. അല്ലാതെ അവർ കുറഞ്ഞവരാണെന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് പറഞ്ഞതെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതാണ്. ഇത് പറയേണ്ടതാരാ? അവിടെയാണ് പ്രശ്നം. അടൂരാണ് പറയേണ്ടത്. ഞാൻ ഈ കോണ്ടസ്റ്റിലാണ് ഇത് പറഞ്ഞത്, ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്, എൻ്റെ വായിൽ നിന്ന് വന്നത് ഇതാണെങ്കിലും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണെന്ന് അടൂർ പറഞ്ഞ തീരും അവിടെ അധ്യായം.
പക്ഷേ ഇത് അടൂരിനോട് ചോദിക്കുന്നില്ല. എപ്പോഴാണ് ചോദിക്കുന്നത്? എല്ലാ ചാനലിലും ഇട്ട് അലക്കി അടൂരിനെ അപമാനിക്കാവുന്നതിൻ്റെ പരമാവധി അപമാനിച്ച് സകല സോഷ്യൽ മീഡിയയിലും സകലവരും കയറി പൊങ്കാലയിട്ട് പോസ്റ്ററിട്ട് സകലവരും പറഞ്ഞതിന് ശേഷം അടൂരിനോട് ചോദിക്കും നിങ്ങളെന്താ ഉദ്ദേശിച്ചത്. വലിയ വാർത്തകൾ കൊടുക്കും, വിവാദമായെന്ന്. ചെറിയ കോളത്തിൽ കൊടുക്കും, അദ്ദേഹം നിഷേധിച്ചു വന്നു. ഇതൊരു തരം അധമ പ്രവർത്തനമാണ്. നമ്മളുടെ ഈ ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വാളിൽ, പൊതു ഗ്രൂപ്പിലിട്ടില്ല, വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്നും ഇട്ടില്ല, അയാളുടെ സ്വകാര്യ ഇടമാണത്. അവിടെ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു, അദ്ദേഹത്തിൻ്റെ ഒരു ദുഃഖം. എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ? അപ്പോൾ മനുഷ്യന് സ്വകാര്യതയില്ല കേരളത്തിൽ, അഭിപ്രായം പറയാൻ പറ്റത്തില്ല, സ്വകാര്യ ജീവിതമില്ല, പിന്നെ എന്താണ് പറയുക, സാമൂഹ്യമായി ചിന്തിക്കാൻ പറ്റില്ല, എല്ലാ ചിന്തയിലും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റേ ഛത്തീസ്ഗഡും പിന്നെ ബീഹാറും ഉത്തരാഖണ്ഡും ഒക്കെ ആണോ ജാതി കോമരങ്ങളുടെ നാട്, അതോ കേരളമാണോ? ഇവിടെ എന്തിനാണ് ഈ സാക്ഷരത നേടിയത് നമ്മൾ? എന്തിനാണ് നമ്മൾ ഇത്രയും പുരോഗമനവാദം പറയുന്നത്? സകല കാര്യങ്ങളിലും ഞാനെനിക്കൊരു കുഞ്ഞ് അനുഭവമുണ്ട്. എൻ്റെ ഓഫീസിൽ പട്ടികജാതി പട്ടികവിഭാഗത്തിൽപ്പെട്ട ഒരാളുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് സ്റ്റാഫ് ഉണ്ടായിരുന്നൊരു വർക്ക് ചെയ്തിട്ടുള്ളൊരു ഓഫീസറാണ്. 1000-ഓളം സ്റ്റാഫ് ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ. വേറെ സ്ഥലത്ത് കുറേ അധികം ഒരുപാട് സ്റ്റാഫ് ഉണ്ടായിരുന്നല്ലോ. 10,000-2000 പേരിൽ എൻ്റെ കയ്യിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊരാൾ സ്ഥിരമായി വരത്തില്ല ഓഫീസിൽ. താമസിച്ചവരോട് നേരത്തെ വരും. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുമാണ് ഓഫീസ്, എന്നാലും വരത്തില്ല. ഒരു ദിവസം ഞാൻ ചോദിച്ചു, ഇയാൾക്ക് എന്താ വല്ല സ്പെഷ്യാലിറ്റി ഉണ്ടോ, ഇയാൾ നേരത്തെ വരാത്ത എന്താണ്, സമയത്ത് കഴിഞ്ഞിട്ട് ഓഫീസ് സമയം കഴിഞ്ഞിട്ട് പോയാൽ പോരെ, പഞ്ചിങ്ങുള്ള സമയമാണ്. അദ്ദേഹം ഉടനെ തന്നെ അപ്പോൾ മിണ്ടാതിരുന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഓഫീസിൽ കൊണ്ട് എൻ്റെ ഡയറക്ടർക്ക് പരാതി കൊടുത്തിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ ജാതിയാണെന്ന്. അപ്പോൾ അന്നാണ് ഞാൻ അറിയുന്നത് അദ്ദേഹത്തിന് അല്ല ജാതിക്കോളം ഇല്ലല്ലോ, നമുക്ക് ഓഫീസിൽ ഇല്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല സർവീസ് ബുക്കിൽ കോൺട്രാക്ട് എംപ്ലോയാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം ഈ വിഭാഗത്തിൽപ്പെട്ട ആണെന്ന്. എന്ത് നാടാണിത്? അങ്ങനെയൊന്നും പറ്റത്തില്ല നമുക്കങ്ങനെ. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, എൻ്റെ ഒരു സ്വന്തം കാര്യം പറയട്ടെ. ഞാൻ ഈ ജാതി പറയുകയാണെന്ന് വിചാരിക്കരുത്, മറുനാടൻ മലയാളിലൂടെ അമലിനെ ഇരുത്തുകൊണ്ട് ജാതി പറയാമെന്ന് വിചാരിക്കരുത്. ഞാൻ സംവരണമില്ലാത്തൊരു സമുദായത്തിൽ ജനിച്ച ആളാണ്. പക്ഷേ ഞാൻ കറുത്തുപോയത് എൻ്റെ കുഞ്ഞുങ്ങളിലെ എൻ്റെ ബോഡിയുടെ സ്ട്രക്ചർ കൊണ്ടും സൂര്യപ്രകാശം അടിച്ചാൽ കറുത്തു പോകുന്ന ഒരാളാണ്. ധാരാളം സൂര്യപ്രകാശം അടിക്കുന്ന ജോലിയാണ് ഞാൻ 10 വർഷത്തോളം ചെയ്തത്. ഫീൽഡ് വർക്കാണ് ചെയ്തത്, സയൻറ്റിസ്റ്റായിട്ട് ചെയ്തത്. അതുകൊണ്ടും എനിക്ക് ധാരാളം അസുഖങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ടും ഒരുപാട് ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടൊക്കെയാണ് എൻ്റെ തലമുടി കറുത്തു പോയത്, മുഖമൊക്കെ കുറേ കറുത്തത്, ബോഡി കുറച്ച് കറുപ്പ് വന്നു. പക്ഷേ ഞാൻ ഹരിജനാണ് അല്ലെങ്കിൽ പട്ടികക്കാരനാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അനുഭവിച്ച പീഡനങ്ങൾ മാത്രം പറഞ്ഞാൽ 2 സ്റ്റോറിക്കുണ്ട്. ഞാൻ ഡയറക്ടറായിരുന്നല്ലോ നല്ല പ്രായത്തിൽ. സെക്രട്ടേറിയറ്റിൽ നിന്ന്, IAS നിന്ന്, മന്ത്രിമാരിൽ നിന്നില്ല കേട്ടോ, പൊളിറ്റിക്കൽ ലീഡർമാരിൽ നിന്നില്ല, IAS നിന്ന്, മറ്റൊരുപാട് പേരിൽ നിന്ന് ഞാൻ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരനാണ്. കണ്ട കറുപ്പല്ലേ, അങ്ങ് എഴുതുകയാണ് മലയാളികൾ. ഇത്ര വൃത്തികെട്ടൊരു സമൂഹമില്ല. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും നമ്മൾ തുറക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ച് തുറന്നില്ലെങ്കിൽ പ്രശ്നമാണ്. അതിൽ അടൂർ ഗോപാലകൃഷ്ണൻ പെട്ടു എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പെട്ടു. കാരണം അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് അവിടെ വെച്ച് തന്നെ ചോദിക്കണമായിരുന്നു, സാർ എന്താ ഉദ്ദേശിച്ചത്, ഒന്നുകൂടി വിശദീകരണം കൂടെ പറയണം. ആർക്കും വേണം ചോദിക്കാമല്ലോ, തീർച്ചയായിട്ടും ഞാനുണ്ടായിരുന്നേ ചോദിച്ചത്, സാർ എന്താ ഉദ്ദേശിച്ചത്, സാർ പറയൂ, ബാക്കിയുള്ള വിശദീകരണം പറയൂ. ശരി, ഞാനിതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അവിടെ തീർന്നു കഥ. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം വീട്ടിൽ പോയി ചാനൽ ബൈറ്റുകാർ എടുത്തു. അദ്ദേഹം തന്നെ ഒരു പ്രസ് നോട്ട് വല്ലതും കൊടുക്കണമായിരുന്നു, ഞാനിത് ഇങ്ങനെ ഉദ്ദേശിച്ചത്. പക്ഷേ ഒന്നും നടന്നില്ല. കുത്തി കീറി നാശക്കോട്ടയായി. അദ്ദേഹത്തിന് കുത്തിയതിനോ കീറിയതിനോ എനിക്കൊരു അഭിപ്രായമില്ല, അതൊക്കെ ചാനലുകാരുടെ ജോലി. പക്ഷേ എൻ്റെ വിഷയം ഇതല്ല. ഞാനിതിന് അഭിപ്രായം പറയുന്നത്, അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ, അതൊരു സിനിമാ സംവിധായകൻ പറഞ്ഞതിൻ്റെ മെരിറ്റ് എന്താണ്? മെരിറ്റ് പട്ടികജാതി പട്ടികവർഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നവർ ഇന്ന് സിനിമയുടെ മുഖ്യധാരയിലില്ല. അവർ ഒരു ഡോക്ടർ ബിജു അങ്ങനെയുള്ള ആളുകളെ ഉള്ളൂ. അവരെ കൂടുതൽ കൊണ്ടുവരണമെങ്കിൽ അതിനുള്ള എല്ലാം കൊടുക്കണം. അവർക്ക് അതിന് പണം കൊടുക്കണം, പരിശീലനം കൊടുക്കണം, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കണം, സബ്സിഡി കൊടുക്കണം. അവരുടെ സിനിമകൾ പൊതുസമൂഹം കാണാനും തയ്യാറാവണം. അങ്ങനെയുണ്ടല്ലോ, പൊതുസമൂഹം കാണാൻ കൂടെ വേണമല്ലോ. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് നടക്കുന്നില്ല. ഈ ചർച്ചയെ വഴിമാറ്റി വിട്ടതിലാണ് ചാനലുകൾ വിജയിക്കുന്നത്. അതിപ്പോൾ ഈ വിഷയമായാലും കന്യാസ്ത്രീകളുടെ വിഷയമായാലും ഏത് വിഷയമായാലും നമ്മുടെ ചാനലുകളുടെ ചർച്ച കണ്ടാൽ അത് വേറൊരു തലത്തിലേക്ക് പോകുന്നു. ഞാൻ ഈ വിഷയത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ നല്ല സെൻസിലാണ് പറഞ്ഞതെന്ന് വിശ്വസിക്കുന്നു. അല്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞതിനെല്ലാം സുല്ല്.